الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ ഒരു വാചകം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അഥറായി അദ്ദേഹം പറയാണ്, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറതൻ വർതഹലത്തിൽ ആഖിറതു മുഖബിലതൻ. ദുനിയാവ് അത് പിന്നോട്ട് യാത്രയായി, ആഖിറം മുന്നിട്ട് വരികയുമായി. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഓരോന്നിനും, ദുനിയാവിന് ദുനിയാവിന്റേത്, ആഖിറത്തിന് ആഖിറത്തിന്റേത്, ഓരോന്നിനും അവയുടെ സന്താനങ്ങളുണ്ട്. അഥവാ ദുനിയാവിന് ദുനിയാവിന്റെ സന്താനങ്ങളും ആഖിറത്തിന് ആഖിറത്തിന്റെ സന്തതികളുമുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാവുക. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയാ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ദുനിയാവിന്റെ സന്തതികളാകരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. കാരണം ഇന്ന് ദുനിയാവിൽ കർമ്മങ്ങളാണുള്ളത്, വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമലുൻ. നാളെ വിചാരണയാണുള്ളത്, കർമ്മമില്ല. വല്ലാത്തൊരു വാക്കാണ് അലി ഇബ്നു അബി താലിബിന്റേത്. ഇന്ന് പ്രിയമുള്ളവരെ, ദുനിയാവിലാണ് നമ്മളുള്ളത്. ഇന്ന് അമലിന്റെ ദിവസമാണ്, അള്ളാഹു വിചാരണക്കെടുക്കുന്ന ദിവസമല്ല. എന്നാൽ നാളെ മരണാനന്തര മഹ്ശറയിൽ അത് ഹിസാബിന്റേതാണ്, വിചാരണയുടേതാണ്. നമ്മുടെ അമലുകൾ മുഴുവനും ഖൈറായാലും ഷർറായാലും റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന ലോകമാണ്. അന്ന് അമലുകൾക്ക് സൽക്കർമ്മങ്ങൾക്ക് ഒരവസരവുമില്ല. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ മുന്നിൽ വരാനുള്ള ഹിസാബിന്റെ ദിവസത്തെ ഓർത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ അമലുകളാൽ ജാഗ്രതയുള്ളവരാവണം, അമലുകളാൽ സമ്പന്നരാകണം. വിശുദ്ധ ഖുർആനിൽ എമ്പാടും സ്ഥലങ്ങളിൽ അല്ലാഹു ചർച്ച ചെയ്ത വിഷയമാണ്. 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ 69-ാമത്തെ ആയത്തിൽ കാണാം അല്ലാഹു പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ വവദിഅൽ കിതാബു വജീഅ ബിന്നബിയ്യീന വശുഹദാഇ വഖദിയ ബൈനഹും ബിൽഹഖ് വഹും ലാ യുദ്ലമൂൻ. ഭൂമി അതിന്റെ റബ്ബിന്റെ പ്രഭ കൊണ്ട് പ്രകാശിക്കുകയും ചെയ്യും. മനുഷ്യരുടെ കർമ്മങ്ങളുടെ രേഖകൾ വെക്കപ്പെടുകയും അതിന് അനുകൂലമോ പ്രതികൂലമോ ആയി നബിമാരും സാക്ഷികളും കൊണ്ടുവരപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ സത്യപ്രകാരം വിധിക്കപ്പെടുകയും ചെയ്യും. വഹും ലാ യുദ്ലമൂൻ. അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. നബിമാർ, മലായികത്തുകൾ, നമ്മൾ ജീവിക്കുന്ന ഭൂമി,
നമ്മൾ ജീവിച്ച ദിവസങ്ങളെ, ദിനരാത്രങ്ങൾ, എന്തിന് മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾ പോലും അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ അനുകൂലമോ പ്രതികൂലമോ ആയി വരും, സാക്ഷികളായി. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിചാരണക്ക് വിധേയരാകുന്നവർ അള്ളാഹുവിന്റെ മുന്നിൽ സ്വഫായി നിർത്തപ്പെടുമെന്ന്. സ്വഫായി നിർത്തപ്പെടും. ഈ സ്വഫിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. മലക്കുകളെ കുറിച്ച് പോലും പറയുന്നിടത്ത് സ്വഫൻ സ്വഫ എന്ന് കാണാൻ പറ്റും. അതുപോലെ ഇസ്ലാമികമായ ജീവിതത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തിന്റെ വേളകളിലും ഈ സ്വഫ് കാണാൻ സാധിക്കും. എന്തിന്? അള്ളാഹുവിന്റെ പള്ളിയിൽ ഖുതുബക്ക് വന്നിരിക്കുന്നിടത്ത് പോലും ആ സ്വഫാണ് ആണിനും പെണ്ണിനും അഭികാമ്യമായത്. പക്ഷെ നമ്മൾ തിരിച്ചറിയില്ല. ഇപ്പൊ ഞങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാരും സ്വഫിലേക്ക് കയറിയിരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു മുഷിപ്പ് തോന്നും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേറെ പള്ളിന്റെ അവിടെ പോകുന്നതായിരിക്കും. എന്നാലും ഇത് ജീവിതത്തിൽ പകർത്താൻ പറ്റൂല്ലേ നമ്മൾ ആലോചിക്കും. ഒരു വളരെ പ്രധാനമുള്ള വിഷയമാണ്. നോക്കൂ, അള്ളാഹു പറയാൻ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ 48-ാമത്തെ ആയത്തിൽ വഉരിദു അലാ റബ്ബിക സഫാ, നിന്റെ റബ്ബിന്റെ മുമ്പാകെ അവർ സ്വഫായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മഹ്ശറിലേക്കുള്ള വരവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹു പറഞ്ഞു, ഖുശ്ശ അൻ അബ്സാറുഹും ഖുശ്ശ അൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാതി കഅന്നഹും ജറാദും മുൻതശിർ. മഹ്ശറിലേക്ക് വരികയാണ് ആളുകൾ. അവരുടെ ദൃഷ്ടികൾ, കാഴ്ചകൾ താഴ്ന്നുപോയവരായ നിലയിൽ ഖബറുകളിൽ നിന്ന് പരന്ന വെട്ടുകളികളെന്നോണം അവർ പുറപ്പെട്ടു വരും. എന്നിട്ട് അള്ളാഹു പറയാണ്, മുഹ്തിഈന ഇലദ്ദാ, വിളിക്കുന്നവന്റെ അടുത്തേക്ക് അവർ ധൃതിപ്പെട്ട് ചെല്ലുന്നവരായിരിക്കും. യഖൂലുൽ കാഫിർ, അന്നാൾ കാഫിറുകൾ പറയും, ഹാദാ യൗമുൻ അസിർ, ഇതൊരു പ്രയാസകരമായ ദിവസമാകുന്നു. ഇവിടെ അസിർ എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീറിലൊക്കെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം അത്യധികം ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു ദിവസമാകുന്നു എന്ന് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം പ്രവർത്തിച്ചതെല്ലാം, ഈ ദുനിയാവിലായിരിക്കെ നാം ചെയ്തതെല്ലാം വിചാരണയുടെ നാളിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയും നമുക്കത് അല്ലാഹു കാണിക്കുകയും ചെയ്യും. ബോധ്യപ്പെടുത്തുകയും അത് കാണിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരെ തൂക്കും, മനുഷ്യരുടെ കർമ്മങ്ങളെയും തൂക്കും. നിസ്കാരത്തിനും നോമ്പിനും ദിക്റിനും ദുആക്കും സ്വലാത്തിനുമൊക്കെ രൂപം നൽകി അള്ളാഹു അവയെ തൂക്കും. അതുപോലെ തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച മനുഷ്യരെയും തൂക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ. അന്നാളിൽ ഖേദത്തിനിരയായ ആളുകളുടെ ചില സംസാരങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കും. 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 30-ാമത്തെ ആയത്ത്. എന്താ അള്ളാഹു പറഞ്ഞറിയോ? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും തന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടതായി, അവിടെ സന്നിഹിതമാകുന്നതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്ന്. എന്നിട്ടോ അവൻ ആഗ്രഹിച്ചു പോകും, തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. തന്നെയും തന്റെയും താൻ പ്രവർത്തിച്ചു പോയ തിന്മകൾക്കുമിടയിൽ വലിയ വിദൂരതയുണ്ടായിരുന്നെങ്കിൽ, അതങ്ങ് കാണാത്തൊരറ്റത്തായിരുന്നെങ്കിൽ, അതൊരുപാട് വിദൂരത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവരാഗ്രഹിച്ചു പോകുന്നതാണ്. രണ്ട് രീതിയാണ്, രണ്ട് പ്രത്യേകമായ രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ. ഒന്ന്, മനുഷ്യരുടെ കർമ്മങ്ങളിൽ ഒരു ദർറത്ത് പോലും കുറയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കുമെന്നാണ്. ദർറത്ത് എന്താണ്? ദർറത്ത് ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. നിങ്ങളിരിക്കുന്ന കാർപ്പറ്റിനിടയിൽ ഉണ്ടാകും അത് ദർറത്ത്. എന്ത്? ചെറിയ കുഞ്ഞനുറുമ്പ്. അത്ര നന്മ ചെയ്താൽ പോലും അല്ലാഹു കൊണ്ടുവരും, അത്ര തിന്മ ചെയ്താലും അല്ലാഹു കൊണ്ടുവരുമെന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? ഇവന്റെ വിലാപമാണ്, ഖേദമാണ്. അതായത് ഖേദവും ദുഃഖവും കാരണം ഞാൻ പ്രവർത്തിച്ച തിന്മയും തമ്മിൽ ഒരു ബന്ധവുമില്ലാതിരുന്നെങ്കിൽ അന്നവൻ ആഗ്രഹിക്കുന്ന, ഇന്നത് ആഗ്രഹിക്കാനായാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. ഇന്ന് ഞാനും തിന്മയും തമ്മിലൊരു ബന്ധമില്ല എന്ന് വിചാരിക്കാനായാൽ, അങ്ങനെ പ്രവർത്തിക്കാനായാൽ രക്ഷപ്പെട്ടു. ഇന്ന് ലോകത്ത് സമൂഹത്തിൽ കാണുന്ന പല തമ്മാടിത്തങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന രീതിയിലുള്ള ഒരു ജീവിതമുണ്ടായാൽ ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് രക്ഷപ്പെട്ടു.
ഇന്ന് മാത്രം ബന്ധം പുലർത്തുകയും അന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ ഒരിക്കലും സാധ്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. എത്രത്തോളം അറിയോ, വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇന്ന് ഓതിപ്പോയ ആയത്തിനെ തന്നെ കാണാം, വവജദൂ മാ അമിലൂ ഹാദിറ. അവനവൻ ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ചതൊക്കെ രേഖകളിൽ നിലവിലുള്ളതായി അവർ കണ്ടെത്തുന്നതാണ്. അതായത് ഇമാം സഅദിക്ക് നൽകുന്ന തഫ്സീർ അവർക്കതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല എന്നാണ്. സ്വകാര്യതയിൽ രഹസ്യമായി അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഒന്നിച്ചിരുന്ന് അവരവന്റെ റൂമിൽ, ഫ്ളാറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ പൊട്ടിച്ച കുപ്പിയുടെ എണ്ണം കൃത്യമായി ലിസ്റ്റിലുണ്ട്. പൊട്ടിച്ച കുപ്പിയുടെ എണ്ണം കൃത്യമായി ലിസ്റ്റിലുണ്ട്. വലിച്ചു കയറ്റിയ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ കൃത്യമായ കണക്ക് രേഖയിലുണ്ട്. ചെയ്തുപോയ തമ്മാടിത്തങ്ങൾ മുഴുവനും രേഖയിലുണ്ട്. അള്ളാഹ് പറയുന്നതാണ്, ഇഖ്റ കിതാബ, നീ നിന്റെ പുസ്തകം ഒന്ന് വായിച്ചു. ഏത് പുസ്തകം? ഈ ദുനിയാവിൽ റഖീബും അതീദും എഴുതിയെടുത്ത പുസ്തകമുണ്ട്, മനുഷ്യന്റെ കർമ്മ പുസ്തകം. അള്ളാഹു സാക്ഷിയായ, മലക്കുകൾ സാക്ഷിയായ, ഭൂമി സാക്ഷിയായ, ജവാരിഹകൾ മനുഷ്യന്റെ അവയവങ്ങൾ സാക്ഷിയായ, എല്ലാ അർത്ഥത്തിലും സാക്ഷികളായ മനുഷ്യരുടെ കർമ്മങ്ങൾ മുഴുവനും രേഖയിലുണ്ടാകുമെന്നാണ്. എത്രത്തോളം? യൗമ തുബ്ലസ് സറായിർ, 86-ാം സൂറത്തു താരിഖ് 9-ാമത്തെ ആയത്ത്. മനുഷ്യരുടെ രഹസ്യങ്ങൾ മുഴുവനും പരിശോധിക്കപ്പെടുന്നതാണ്. ഈ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടും എന്നതിന്റെ തഫ്സീറിൽ ചില മുഫസ്സിറുകൾ കൊടുക്കുന്നത് ഉള്ളിലെ വിശ്വാസപരമായ പിഴവുകൾ പോലും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുമെന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. വിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്ർ, അതിന്റെ 92-93 ആയത്തിൽ അള്ളാഹു ഒന്നുകൂടി വ്യക്താക്കി. എന്താ വ്യക്താക്കിയെന്നറിയോ? ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് അവരെ മുഴുവനും നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുന്നു. മനുഷ്യരാശിയെ മുഴുവനും അല്ലാഹു തആല ചോദ്യം ചെയ്തു. മനുഷ്യരാണല്ലോ നമ്മളൊക്കെ. ജിന്നവർഗത്തിന് മറ്റൊരു ഹിസാബാണ്. നമ്മുടെ ഹിസാബ് അല്ലാഹു തീരുമാനമാക്കുമെന്നാണ്. എത്രത്തോളം? അമ്മാ കാനൂ യഅമലൂൻ, എന്തിനെ കുറിച്ചാണ് അല്ലാഹു വിചാരണ ചെയ്യുക? അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച്. ഈ അമ്മാ കാനൂ യഅമലൂൻ എന്നതിനെ വിവരിക്കുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് കൊടുത്ത വ്യാഖ്യാനം തരുന്നത്, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്, തൗഹീദിനെ സംബന്ധിച്ച്, ഈമാനിനെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ വലിയ ഹൃദ്യതയുള്ളൊരു വ്യാഖ്യാനമാണ്. മഹാനായ താബിഈങ്ങളിൽ പ്രസിദ്ധനായ അബുൽ ആലിയത്ത് റഹിമഹുല്ലാഹ് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം അറിയോ? അമ്മാ കാനൂ യഅബുദൂൻ, അമ്മാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞാൽ ഐ അമ്മാ കാനൂ യഅബുദൂൻ, അവരുടെ ഇബാദത്തുകളെ സംബന്ധിച്ച്. അതിൽ തൗഹീദുണ്ട്. തൗഹീദിനെ സംബന്ധിച്ച് ചോദിക്കും. ഇബാദത്തുകളുണ്ട്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തിലാവത്തുൽ ഖുർആൻ തുടങ്ങി അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചതായ എന്തൊക്കെയുണ്ടോ അതിനെ സംബന്ധിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടും. എത്രത്തോളം? മുഫസ്സിറുകൾ വീണ്ടും വിശദീകരിക്കുന്ന കാണാം. മനുഷ്യർ പ്രവർത്തിച്ചു പോയ കുഫറിനെ സംബന്ധിച്ച് ചോദിക്കും. എത്രത്തോളം? കളവാക്കിയതിന് തൊട്ടുപോലും നബിമാരെ കളവാക്കിയവർ ചോദ്യം ചെയ്യപ്പെടും. മുർസലീങ്ങളെ കളവാക്കിയവർ, കിതാബുകളെ കളവാക്കിയവർ, പരലോകത്തെ കളവാക്കിയവർ, അള്ളാഹുവിനെ കളവാക്കിയവർ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്ന അമ്മാ കാനൂ യഅമലൂൻ. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ വിചാരണയുടെ വേളയിൽ അല്ലാഹു അവന്റെ അടിയാറുകൾക്ക് അവരുടെ ദുനിയാവിലെ കർമ്മങ്ങളുടെ രേഖകൾ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ ഉദിയായത് ഇഖ്റ കിതാബ എന്നായത്. ആ കൈകളിലേക്ക് അത് ഏൽപ്പിക്കപ്പെടുമെന്ന് മാത്രമല്ല, ആ കൈമാറ്റം വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഹാലെന്താണ്, അതിനനുസരിച്ചാണ് അവിടുത്തെ രേഖകളുടെ കൈമാറ്റം. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഥവാ രക്ഷപ്പെട്ടവർക്ക് അവരുടെ മുൻഭാഗത്തുകൂടി വലതു കൈയിലാകും നൽകപ്പെടുക. ഇത് അന്ധവിശ്വാസമല്ല, പിന്നെയോ ഇത് ഈമാനിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ഖുർആനിലുള്ളതാണ്. 84-ാമത്തെ അധ്യായം സൂറത്തു അൽ ഇൻശിഖാഖ് 7-8 ആയത്തുകൾ അല്ലാഹു തആല പറയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ.
എന്നാൽ ഏതൊരുവൻ തന്റെ രേഖ വലത് കൈയിൽ നൽകപ്പെട്ടുവോ, ഏതൊരുത്തന് തന്റെ പുസ്തകം, കർമ്മപുസ്തകം, ദുനിയാവിൽ അവന്റെ അമലുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവന്റെ വലത് കൈയിൽ നൽകപ്പെട്ടുവോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അപ്പോൾ അവൻ ലഘുവായ വിചാരണക്ക് വിധേയനാകുന്നതാണ്. ലഘുവായ വിചാരണ. ഈ വിഷയം പറയുന്നിടത്ത് നമ്മൾ ആയിഷ റളിയല്ലാഹു തആല അവരുദ്ധരിക്കുന്ന ഹദീത്ത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും തിർമിദിയും ഒക്കെ അവരുടെ സ്വഹീഹുകളിലും സുനനുകളിലൊക്കെ ഉദ്ധരിക്കുന്ന ഹദീത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യൂഖിശൽ ഹിസാബ ഉദ്ദിബ, ഏതൊരാൾക്ക് വിചാരണ കർക്കശമാക്കപ്പെട്ടുവോ അവൻ ശിക്ഷിക്കപ്പെടും. ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ്, ഖാലത് ഖുൽതു അലൈസ യഖൂലു അല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബ യസീറ. അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയേ, പിന്നീട് അല്ലാഹു ലഘുവായ വിചാരണ നടത്തപ്പെടും എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അല്ലാഹു ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ നബിയെ എന്ന് ചോദിക്കും. അല്ലാഹുവിന്റെ റസൂല് പറയും, അതിങ്ങനെ കർമ്മപുസ്തകം, അതൊന്നിങ്ങനെ കാണിക്കൽ മാത്രമാണ്. അൽഹംദുലില്ലാഹ്. മറ്റ കൂട്ടരോട് പറയാ, ഇഖ്റ കിതാബക, നീ വായിച്ചു നോക്ക്, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ സംബന്ധിച്ചിടത്തോളം കണക്ക് നോക്കാൻ നിനക്ക് നീ തന്നെ മതി. അതിങ്ങനെ വായിക്കുമ്പോഴാവും പറയാ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഓതിപ്പോയതാണ്, ഇന്ന് ഓതിയതാണ്. നമ്മള് സൂറത്തുൽ കഹ്ഫിൽ ഇന്ന് ഓതിയതാണ്. സുന്നത്തല്ലേ എന്ന് കരുതിയിട്ട് ഇന്ന് ഓതിപ്പോയ സൂറത്തുൽ കഹ്ഫിലിടുക മനുഷ്യന്റെ ചെറുതും വലുതും ഒന്നുപോലും വിടാതെ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. അപ്പൊ നബി പറഞ്ഞതൊരു കാണിക്കൽ മാത്രമാണ്. നമ്മളും ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നിസ്കാരങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു നിസ്കാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. പ്രത്യേകിച്ച് തഹിയ്യാത്തിൽ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. നബി ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആരെ പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന മഹാൻ. ഈ പറയുന്ന എനിക്കും കേൾക്കണങ്ങൾക്കും, ഈ പറയുന്ന എനിക്കും കേൾക്കണങ്ങൾക്കും ഒരുറപ്പില്ല സ്വർഗം ഉണ്ടല്ലോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഭയങ്കര ധൈര്യത്തിലാണ്, നമ്മളൊക്കെ ഇരുത്ത കണ്ടത് എന്നറിയാ, ഉറപ്പിച്ച പോലെയാണ്. എന്നാൽ ഉറപ്പിച്ച റസൂലുള്ളാഹിക്ക് ബേജാറാണ്. നബി ഇങ്ങനെ വിരലേക്ക് ചൂണ്ടിയിട്ട്, അല്ലെങ്കിൽ വിരല് ചൂണ്ടിയിട്ട്, ഒന്നില്ലെങ്കിൽ വിരലേക്ക് നോക്കുക തഹിയ്യാത്തിൽ, അല്ലെങ്കിൽ സുജൂദിലേക്ക് നോക്കണം എന്നാണല്ലോ. നബി ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ എന്നെ ലഘുവായ വിധത്തിൽ വിചാരണ ചെയ്യണമേ. അല്ലാഹുവിന്റെ റസൂൽ ഫലമ്മൻ സറഫ, അങ്ങനെ നബി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ ഖുൽതു യാ നബിയല്ലാഹ്, ഞാൻ അതോ ഉമ്മ ചോദിച്ചു, അല്ലാഹുവിന്റെ നബി റസൂലേ, മൽ ഹിസാബുൽ യസീർ, എന്താകുന്നു ലഘുവായ വിചാരണ? അപ്പൊ നബി പറഞ്ഞു, അയ്യൻദുറ ഫി കിതാബിഹി ഫയതജാവസ അൻഹു ഇന്നഹു മൻ നൂഖിശൽ ഹിസാബ യൗമഇദിൻ യാ ആയിഷ ഹലക. അവന്റെ രേഖയൊന്ന് നോക്കും, അപ്പോൾ തന്നെ അവൻ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യുക എന്നതാണ്. ആ രേഖ ഒരു നോക്കൽ മാത്രമാണ്. എന്നാൽ അന്നത്തെ ദിവസം ആയിഷ ആർക്കാണോ വിചാരണ കർക്കശമാക്കപ്പെടുന്നത്, ഹലാക്കാണ്. അവൻ ഹലാക്കിലാകും, നാശത്തിലാകുന്ന, അവൻ നാശത്തിലാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആഖിറത്തിൽ രക്ഷപ്പെട്ട ഒരു വിഭാഗമുണ്ട് മുഅ്മിനീങ്ങൾ. അവരുടെ ആ വിഭാഗത്തിന്റെ രേഖയുടെ കൈമാറ്റത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇപ്പോഴേ അള്ളാഹു പറഞ്ഞുതരാണ്. ദാ അന്ന് ഇങ്ങനെ സംഭവിക്കുന്ന ഇപ്പോഴേ പറഞ്ഞുതരാണ്. എന്തിനാണെന്നറിയോ? ആ കൂട്ടത്തിൽ നമ്മൾ ആകാൻ വേണ്ടി. തന്റെ രേഖയിലടങ്ങിയ ഈമാനും സൽക്കർമ്മങ്ങളും കാണുന്നതോടെ ഒരു വിശ്വാസി ആഹ്ലാദഭരിതനാകും. അയാളെ വലത്തെ കയ്യിലത് കിട്ടുക, അവനത് പ്രകടിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്താ വാക്കെന്നറിയോ? അല്ലാഹു തആല 69-ാമത്തെയും സൂറത്ത് ഹാഖയുടെ 19 മുതൽ ശേഷമുള്ള വാക്കുകൾ മുഴുവൻ നിങ്ങൾ വായിക്കുക. 19, 20 മാത്രമേ ഞാൻ ഇവിടെ വായിക്കുന്നുള്ളൂ. എന്താ വായന? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. തീർച്ചയായും അല്ലാഹു പറയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂൽ, എന്നാൽ വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ പറയും, ഹാഉം ഖറഊ കിതാബിയ, ദാ
എന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി, എന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി. ആർക്ക്? മുഅ്മിൻ പറയാണ് പരലോകത്ത് പോയിട്ട് നിങ്ങൾ എന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ടോ അവന്റെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന വാക്ക് നോക്കണോ? വാക്ക് നോക്കണേ നിങ്ങള്. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു. ലനന്തു എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ യഖീനാണ് അതിന്റെ വായന. വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്ത്? ഞാൻ എന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, യഖീനുണ്ടായിരുന്നു, എനിക്കിതിൽ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിഹസിച്ചപ്പോഴും പീഡിപ്പിച്ചപ്പോഴും ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ പിന്മാറാതെ ഈ ആദർശത്തിൽ ഉറച്ചു നിന്നത്. എനിക്ക് യഖീനുണ്ടായിരുന്നു. ഇല്ല, ഞാൻ നിസ്കരിക്കുന്നത് എന്റെ റബ്ബിന്റെ മുന്നിൽ വിചാരണയെ ഫേസ് ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഇബാദത്തെടുക്കുന്നത് എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് നിൽക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ്. ഉറപ്പുണ്ടായിരുന്നു. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വാക്കാണ്. ഓതിപ്പോകുന്ന കൂട്ടത്തിൽ പെട്ടതാ. അതായത് ദുനിയാവിലെ കർമ്മങ്ങൾക്ക് ആഖിറത്തിൽ വിചാരണയുണ്ടാകുമെന്നുള്ള ഉറപ്പിലാണ്, ദൃഢബോധ്യത്തിലാണ് ഞാൻ ദുനിയാവിൽ ജീവിച്ചത്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമുക്കാർക്ക് അങ്ങനെ ഉറപ്പുണ്ടോ? നമ്മളിപ്പോ ജീവിക്കുന്നത് അള്ളാന്റെ മുന്നിൽ നിൽക്കും, അള്ളാഹ് നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പിലാണോ? അങ്ങനെയാണോ നമ്മുടെ കച്ചവടം? അങ്ങനെയാണോ നമ്മുടെ കൃഷി? അങ്ങനെയാണോ നമ്മുടെ കുടുംബജീവിതം? അങ്ങനെയാണോ നമ്മൾ മക്കളെ പോറ്റുന്നത്? അങ്ങനെയാണോ സമൂഹത്തിൽ ഇടപഴകുന്നത്? അങ്ങനെയാണോ നമ്മൾ സാമ്പത്തികം ക്രമീകരിച്ചത്? അങ്ങനെയാണോ നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെടുന്നത്? ഓരോന്നും എന്റെ റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയും ഓരോന്നിനും മറുപടി പറയാതെ എന്റെ കാൽപാത മുന്നോട്ട് വെക്കാനാകൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ലോകത്തെ മുന്നിൽ കണ്ടിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അൽഹംദുലില്ലാഹ്, എങ്കിൽ എത്ര ഖൈറാണ്. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. വല്ലാത്ത വാക്കാണ് ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ശരിക്ക് ഇപ്പോ ഈ ഇരിക്കണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു പൊതുബോധമാണ്. എന്തറിയോ? ഈ ദുനിയാവില് ഇനി എത്ര കാലം ഉണ്ട് എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞൊക്കെ നമുക്ക് മനസ്സിലായി എത്ര കാലം ജീവിച്ചു, ഇനി എത്ര കാലം അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ആ ഇനി എത്ര കാലം എന്നുള്ളത് എങ്ങനെയാകണം? ഈ ഹിസാബിനെ മുന്നിൽ കണ്ടിട്ടാകണം, ഈ ഹിസാബിന് വേണ്ടി ഒരുങ്ങുന്നതാകണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, റബ്ബിനെ ഭയപ്പെടുന്നവരെ ഖാശിഈങ്ങളുടെ ഒരു സിഫത്തായിട്ട് അള്ളാഹ് പറഞ്ഞു സൂറത്ത് ബഖറയുടെ 46-ാമത്തെ ആയത്തില്, അല്ലദീന യظുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. രണ്ട് കാര്യം ഒരായത്തിൽ. തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരെ എത്ര പേർ? യظുന്നൂന എന്ന് പറഞ്ഞാൽ ഐ യൂഖിനൂന. അതാണെന്ത്? വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവരാഖിറത്തിൽ ദൃഢബോധ്യമുള്ളവരാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഉറച്ച ബോധ്യമുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അശ്രദ്ധരാകും? ഒരിക്കലും അശ്രദ്ധരാവില്ല. പിന്നെ മുന്നിൽ എത്രയോ കച്ചവടക്കാരിരിക്കണം, അവർക്കൊക്കെ അറിയാം എത്രയോ കച്ചവടം ഈ അങ്ങാടിയിൽ പൊട്ടിപ്പാളീസായിട്ടുണ്ട്. എന്നിട്ടും പിറ്റേന്നും കട തുറക്കാം. എന്താ? പ്രതീക്ഷ. അല്ല, എന്റേത് അങ്ങനെ ആവൂല, പ്രതീക്ഷ. എനിക്കതിനെ മറികടക്കാൻ പറ്റും, പ്രതീക്ഷയാണ്. എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ രക്ഷ ആഖിറത്തിലാണ്. അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ വിജയം ഉഖ്റവിയായ സ്വർഗപ്രവേശനമാണ്. എങ്കിൽ ആ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തെയും കർമ്മങ്ങളെയും ക്രമീകരിക്കാനുള്ളൊരു ബദ്ധശ്രദ്ധ. ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. എനിക്കിങ്ങനെ പറയാനും നിങ്ങൾക്ക് കേൾക്കാനും എളുപ്പമാണ്. പക്ഷെ പ്രവർത്തിക്കൽ കുറച്ച് പ്രയാസം. അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരും എന്നവർക്കറിയാം. അതനുസരിച്ച് അവർ ജീവിതത്തെ ക്രമീകരിച്ചു. അത് തന്നെയാണ് നമ്മൾ സാധാരണ ഓതിപ്പോകുന്ന ആയത്തുള്ളത്. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. എല്ലാവർക്കും അറിയാം. പ്രശ്നം എന്താ അറിയോ? പ്രിയമുള്ളവരെ, പ്രശ്നം എന്താ അറിയാം? നമുക്കാർക്കും അത് അറിയാത്തതല്ല. പിന്നെന്തറിയോ? ആ അറിവിലേക്ക് നമ്മളിപ്പോഴും എത്താത്തത പ്രശ്നം. നമ്മൾ അറിവിലേക്ക് എത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ കാണുന്ന വിഷയം എന്താ വെച്ചാല്, ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ എന്ന ആയത്തായാലും ഇപ്പൊ നമ്മൾ ഓതിപ്പോയ സൂറത്തു അൽ ബഖറയിലെ ആയത്തായാലും ഇതുപോലെ നിരവധി ആയത്തുകളിലൊക്കെ ഒരു മർമ്മം തരൂ. വിശ്വാസത്തെ നന്നാക്കി അമലുകൾ ഇത്തിബാഓടുകൂടി ഇഖ്ലാസോടുകൂടി നിയ്യത്തനുസരിച്ച് അനുഷ്ഠിച്ചു അൽഹംദുലില്ലാഹ് ഒരുങ്ങാണ്, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാണ്. മാത്രമല്ല ഞാൻ എന്റെ ജീവിതത്തെ, ദുനിയാവിലെ ജീവിതത്തെ ക്രമീകരിച്ചത് ഈ വിചാരണയെ മുന്നിൽ കണ്ടിട്ടായിരുന്നു. നമുക്കിത് പറയാനാകണം. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, പരലോകത്ത് ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ പറയാന്നുള്ളത് മരിച്ചിട്ടില്ല, ഖബറടക്കിയിട്ടില്ല, പരലോകത്ത് എത്തിയിട്ടില്ല. അതിനു മുമ്പ് അള്ളാഹ് നമുക്ക് പറഞ്ഞുതരാണ് നമ്മൾ നാളെ പറയേണ്ട വാക്ക് ഇന്നതാകണം എന്നുള്ളത്. നമ്മൾ നാളെ പറയേണ്ട വാക്ക് ഇതായിരിക്കണം എന്നുള്ളത് അള്ളാഹ് നേരത്തെ നമുക്ക് പറഞ്ഞു തരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പറയാനാകണം. മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരുന്നു അറിയുന്നത്? അവര് ദുനിയാവിലായിരിക്കെ ആത്മവിചാരണ നടത്തിയവരായിരുന്നു എന്നതാണ്. അവര് ദുനിയാവിൽ എപ്പോഴും വിചാരണ നടത്തുന്നവരാണ്, എന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കും. നിങ്ങൾ ആലോചിക്കും, ഒരു ദിവസത്തിന്റെ വൈകുന്നേരങ്ങളിൽ പോലും നമ്മുടെ ദുനിയവിയായ വിഷയത്തിൽ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല. എന്നാൽ എല്ലാ ദിവസവും അവനവന്റെ പരലോകത്തിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കുന്ന ആളുകളായി നമ്മൾ എന്ന് മാറുന്നുവോ അൽഹംദുലില്ലാഹ്, അന്ന് ദുനിയാവിൽ അഭിമാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, 50,000 കൊല്ലത്തോളം ദൈർഘ്യമുണ്ടാകുന്ന ഒരു വിചാരണയുടെ ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങുന്നവരായി നമ്മൾ മാറണം. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ആത്മവിചാരണ നടത്തേണ്ടവരാണ്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു, സലഫുകൾ അങ്ങനെയായിരുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കണം അങ്ങനെയാണ്. എന്നും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള എന്താ വാക്ക്? ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഏറ്റവും വലിയ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അണിഞ്ഞൊരുങ്ങണം എന്നാണ്. അതാണ് കാരണം ദുനിയാവിൽ വെച്ച്, ദുനിയാവ് പറഞ്ഞപ്പോ നമ്മൾ ജീവിക്കുന്ന ലോകമാണ്, ഈ പള്ളി അടക്കയിൽ പെട്ടതാണ്. ഈ ദുനിയാവിൽ വെച്ച് സ്വന്തത്തെ ഇടക്കിടക്ക് വിചാരണ ചെയ്യുന്നത് ഖിയാമത്ത് നാളിലെ വിചാരണ അള്ളാഹു എളുപ്പമാക്കാൻ സഹായകമാകും, അല്ലെങ്കിൽ അത് എളുപ്പമാക്കി കൊടുക്കുന്ന. നമ്മൾ എന്നും നമ്മളെ വിചാരണ നടത്തണം, ഓരോന്നും ഓരോ മേഖലയും. നാളേക്ക് വേണ്ടി ഞാൻ എന്ത് പ്രവർത്തിച്ചു എന്ന ആത്മപരിശോധന നടത്തണം. മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഞാൻ എന്താ പ്രവർത്തിച്ചതെന്ന് ആത്മപരിശോധന നടത്തണം. അങ്ങനെ പരിശോധിക്കാത്തൊരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാതെ പോകരുത്. ഇന്നത് പരിശോധിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരുമോ? പൂർവികരൊക്കെ അത് ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ശരിക്ക് ഹിസാബ് നഫ്സ്, സ്വന്തത്തെ വിചാരണ, മുഹാസബത്തു നഫ്സ് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, മുഹാസബത്തു നഫ്സ് എങ്ങനെയാണ്? ഞാൻ പറയുന്നതിന് മുമ്പ്, എങ്ങനെ ഒച്ചിട്ടാലും ഞാൻ എങ്ങനെ പറഞ്ഞാലും എന്തായാലും ഉറങ്ങാൻ സാധ്യതയുള്ള കുറച്ചാളുകൾ എന്തായാലും എല്ലാ പള്ളിയിലുണ്ടാവും. ഞാൻ കുറെ പള്ളിയെ കാണാം, കൂട്ടത്തിലൊന്നും നടത്തും. അതുകൊണ്ട് ആ ചാരിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൊഫിലേക്ക് നേരെ ഇരുന്നാൽ അത് നിങ്ങൾ പള്ളിയോട് കാണിക്കുന്ന വലിയൊരു നീതിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരിമാരോട് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ, ഓരോന്നും ഓരോ മൂലയിൽ പോയിട്ടല്ല ഇരിക്കുക, കറക്റ്റായിട്ട് സൊഫായിച്ചിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇത്ര നേരം ഞാൻ പറഞ്ഞൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് സാരല്ല, നിങ്ങൾ ഇനി പറയണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണെന്നറിയോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ذكر الإمام ابن القيم رحمة الله عليه. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖുൽ ഇസ്ലാം അദ്ദേഹം പറയാണ്, അന്ന മുഹാസബത്തുൻ നഫ്സി തകൂനു കത്താലി. സ്വന്തത്തെ, നഫ്സിനെ വിചാരണ ചെയ്യുന്നത് താഴെ പറയും പോലെയാണ്. അവ്വലൻ, ഒന്നാമത്തെ വിചാരണ, അൽ ബുദഉ ബിൽ ഫറായിദ്. ആദ്യം നമ്മൾ നമ്മുടെ ഫറളുകളൊക്കെ പരിശോധിക്കണം. ആ ഫറളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് കൃത്യമാണോ? 5 വക്തും കറക്റ്റ് തന്നെയാണോ? പുരുഷന്മാര് നമ്മൾ പള്ളിയിൽ തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കുക. അപ്പോൾ അതിൽ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക. രണ്ടാമത്തെ മുഹാസബത്തു നഫ്സിന്റെ രീതി, സുമ്മൽ മനാഹി.
പിന്നീട് വിരോധിക്കപ്പെട്ട അള്ളാഹു വെറുക്കുന്ന മുഹറമാത്തിൽപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ വല്ല അബദ്ധങ്ങളിലും വീണിട്ടുണ്ടെന്ന് മനസ്സിലായാൽ, ശിർക്കും കുഫറും മഅസിയത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് ബോധ്യായാൽ, തദാറകഹു ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാരി വൽ ഹസനാത്തിൽ മാഹിയ, തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും പിന്നെ തിന്മകളെ മായ്ച്ചു കളയുന്ന നന്മകളെ കൊണ്ടും അത് വീണ്ടെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെ സഹായിക്കണം. അതായത് തൗബയും വേണം, ഇസ്തിഗ്ഫാറും വേണം, സൽക്കർമ്മങ്ങളും വേണം. അപ്പോൾ എന്ത് കിട്ടും? ആ ന്യൂനതകൾ പരിഹരിക്കപ്പെടുന്നതാണ്. ഥാലിസൻ മുഹാസബത്തു നഫ്സിന്റെ മൂന്നാമത്തെ രീതി മുഹാസബത്തു നഫ്സി അലൽ ഗഫല. ജീവിതത്തിൽ അശ്രദ്ധയുണ്ടോ എന്ന് വിചാരണ, ശ്രദ്ധക്കുറവ് കാണിക്കുന്നുണ്ടോ, അള്ളാഹിനെ കുറിച്ച് മറവിയുണ്ടോ, അള്ളാഹിനെ മറക്കണുണ്ടോ, ജീവിതത്തിന്റെ മേലയിൽ അള്ളാഹ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ലേ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. എങ്കിൽ ദിക്ർ കൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ മുന്നിടുക വഴിയും അത് വീണ്ടെടുക്കാൻ സാധിക്കുക. നാലാമത്തെ കാര്യം മുഹാസബത്തു നഫ്സി അലാ ഹറകാത്തിൽ ജവാരിഹ്, അതായത് ഓരോ അവയവങ്ങളും ചലിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിചാരണ ചെയ്യണം. എപ്രകാരം? കലാമിൽ ലിസാൻ വമശീ റിജ്ലൈൻ വബത്ശിൽ യദൈൻ വനദറിൽ ഐനൈൻ വസമാഇൽ ഉദുനൈൻ. നാവ് കൊണ്ടുള്ള സംസാരിച്ചത് എന്താ? അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടതാണോ? കാലുകൊണ്ടുള്ള നടത്തം അള്ളാഹ് തൃപ്തിപ്പെട്ടതിലേക്കാണോ? കൈകൊണ്ടുള്ള പിടുത്തം അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണോ? കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണോ? ചെവികൾ കൊണ്ടുള്ള കേൾക്കൽ, കാഴ്ച, കേൾവി, പിടുത്തം, നടത്തം, സംസാരം, ഇതെല്ലാം എങ്ങനെ? മാദാ അറത്ത ബിഹാദ, ഇതുകൊണ്ടൊക്കെ എന്തൊക്കെയാ ഉദ്ദേശിച്ചത്? അതായത് നടന്നപ്പോൾ, പിടിച്ചപ്പോൾ, സംസാരിച്ചപ്പോൾ, കണ്ടപ്പോൾ എന്താണ് നിങ്ങളുടെ നിയ്യത്തുണ്ടായിരുന്നത്? വലിമൻ ഫഅൽത, നിങ്ങൾ ആർക്ക് വേണ്ടിയാ ചെയ്തത്? വഅലാ അയ്യി വജ്ഹിൻ ഫഅൽത, ഏതൊരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്തത്? ഒറ്റ വാക്ക് പറഞ്ഞാല് കണ്ടതും കേട്ടതും നടന്നതുമൊക്കെ ഏതടിസ്ഥാനത്തിലാണ് എന്നിങ്ങനെ സ്വന്തം വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയല്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനീ. എല്ലാതും ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥന, ഇല്ലാതെ ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥന. അതിന് ആർക്ക് വേണം പ്രാർത്ഥന എന്ന് ചിന്തിക്കുന്ന കാലമാണ്. ഈ ഒരാഴ്ചയിൽ തന്നെ ആശങ്കകളുടെ മുൻമുലയിലാണ് മനുഷ്യരുള്ളത്, മുൾമുനയിലാണ്. എന്നോട് ഇന്നുപോലെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ മിമ്പർമെന്നെങ്കിലും പറയണ കാര്യം എന്ത് നമ്മളെങ്ങാനും വോട്ടർ ലിസ്റ്റ് ഇല്ലാതെ പോയാലോ? എനിക്കത് കേട്ടപ്പോ തമാശ തോന്നിയത്. കാരണം എന്തറിയോ, ഒച്ചയും വിളിയും മുദ്രാവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ തുറന്നാണ് പറയാണ്, ബൈനൽ അദാനി വൽ ഇഖാമ, ഒരു ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ എന്തുണ്ടെന്നറിയോ? ദുആക്ക് ഇജാബത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ ദിവസത്തിൽ എന്തെങ്കിലും ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്തോ? എന്നിട്ട് പറയും വലിയ വർത്താനം. തഹജ്ജുദിന് ദുആക്ക് ഇജാബത്ത് നിങ്ങൾ പറഞ്ഞോ? മഴ പെയ്യുമ്പോ ദുആക്ക് ഇജാബത്ത് നിങ്ങൾ ചെയ്തോ? യാത്രക്കാരല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങല്ലേ, 5-6 കിലോമീറ്റർ പോണില്ലേ ബൈക്കമ്മല്, ഫോൺ ഇങ്ങനെ തിരികിട്ട് ഹെൽമെറ്റിനോട് തിരികിട്ട് നാട്ടുവർത്താനൊക്കെ പറയില്ലേ, അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഒന്നുമില്ല, അവിടെ ഒന്നും പ്രാർത്ഥനല്ല. പിന്നെ ഇതിന്റെ മേലെ കയറിയിട്ട് മാത്രം പറയണം എന്നതൊരു രാഷ്ട്രീയ ചർച്ചക്കാരെ പോലെ മാത്രമേ ആവുള്ളൂ, അല്ല മത ചർച്ചയാവൂല. തുറന്നു പറയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്യുക റബ്ബിനോട്. എന്ത്? നമ്മുടെ ആയുധം അതാണ്, നമ്മുടെ പവർ അതാണ്, നമ്മുടെ ശക്തി അതാണ്. ഇത് ഖുറാഫാത്തിന്റെ അഹ്ലുകാർക്ക് ഓതിക്കൊടുക്കാൻ മാത്രമുള്ളതല്ല. ഇത് തൗഹീദിന്റെ കലിമത്താണ്, തൗഹീദിന്റെ വാചകമാണ്, ഇത് തൗഹീദാണ്. അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരുങ്ങണം, ഒരു മടക്കമുണ്ട് റബ്ബിലേക്ക് എന്നുള്ള ബോധമൊക്കെ ഉണ്ടാകണം. ഇതൊക്കെ ഇവിടെ തീരും. എല്ലാരും കൂടി അങ്ങനെ ലിസ്റ്റിൽ തട്ടിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഒരറയ്ക്കകത്തേക്ക് ആക്കിയാൽ മുസ്ലിമിന് എന്തെങ്കിലും നഷ്ടപ്പെടല്ലോ? ഒന്നും നഷ്ടപ്പെടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ജയിലാണോ എന്നെ അടക്കുന്നത്, എങ്കിൽ എനിക്ക് സ്വസ്ഥമായി ഇബാദത്ത് ചെയ്യാം. ജയിലിലാണ് എന്നെ കൊണ്ടിരുന്നത്, എങ്കിൽ എനിക്കൊരു ശല്യമില്ലാതെ ഇബാദത്ത്. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അല്ലാതെ ബേജാറായി എപ്രാളപ്പെട്ട് ഇവിടുന്ന് ഓടിപ്പോകാൻ പറ്റും നോക്കല്ല, പിന്നെ പിടിച്ചു നിൽക്കാൻ നോക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ റബ്ബ് പറഞ്ഞറിയോ? അഫഹസിബ്തും
അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അപ്പോൾ നാം മനുഷ്യരെ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണെന്നാണ്. വീണ്ടും ചോദ്യം കാണാം, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. സൂറത്ത് ഖിയാമ 36-ാമത്തെ ആയത്ത്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ അങ്ങോട്ട് വിട്ടേക്കപ്പെടുമെന്ന്? ഒരിക്കലുമില്ല. രഹസ്യവും പരസ്യവും ഒരുപോലെ വിചാരണ ചെയ്യപ്പെടും. അത്തരമൊരു ലോകത്തേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അത്തരം ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായത്, ആ ലോകത്ത് നന്മയുടെ അഹലുകാരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താകാതിരിക്കാനുള്ള ബദ്ധശ്രദ്ധ, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനുള്ള ബദ്ധശ്രദ്ധ, അത് നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമ്മത്തിനെതിരെ തിരിയുന്ന എല്ലാ ദുരന്ത അല്ലെങ്കിൽ എല്ലാ വൃത്തികെട്ട നിലപാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരാജയപ്പെടുത്തുകയും ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.